ടെക് ട്രാവലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോവ യാത്ര ചെയ്യുമ്പോൾ പലർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അവരുടെ പൈസ നഷ്ടമാകുന്നത്, അതേപോലെ മാനം പോകുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഗോവ പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഡി ജെ അറ്റൻഡ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ പബ്ബിൽ കയറുമ്പോൾ, റൂം ബുക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ പൈസ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ. ഞാൻ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിരുന്നു നമുക്ക് 3 തരത്തിൽ അവിടെ ഗോവ എക്സ്പ്ലോർ ചെയ്യാമെന്ന്. ഒന്ന് നമുക്ക് ബസ് പിടിച്ചിട്ട്, അതായത് ട്രാവൽസ് വഴി നമുക്ക് ബസ് പിടിച്ചിട്ട് പോകും. അതിന് ഒരാൾക്ക് 400 രൂപയായിരിക്കും. അവർ നോർത്ത് ഗോവ ആണെങ്കിൽ ഇത്ര സ്ഥലങ്ങൾ കാണിക്കാം, ഓരോ സ്ഥലത്തും ഇത്ര സമയം ചിലവഴിക്കാം എന്നുള്ളതുണ്ടാവും. അതിലാകുമ്പോൾ നമുക്ക് മറ്റു ബുദ്ധിമുട്ടുകളും കാര്യമൊന്നുമില്ല, എല്ലാ റിസ്ക്കും അത് അവർ തന്നെ ഏറ്റെടുക്കും. അതേപോലെ ടാക്സി ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊരു 2500 മുതൽ ഒരു 3000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നോർത്ത് ഗോവ കറക്കും. ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, നമുക്കതിൽ പൈസ നഷ്ടമാകുന്നൊരു സംഭവമല്ല. പക്ഷേ റെൻ്റ് വെഹിക്കിൾ എടുക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അതായത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വണ്ടിയുടെ ഡാമേജ് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അത് നിങ്ങൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഈ കാര്യവും ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വണ്ടി എടുത്തതിന് ശേഷം നിങ്ങൾ വണ്ടിയുടെ ഒരു ഫോട്ടോ എടുക്കുക. മീൻസ് ആ നമ്പർ പ്ലേറ്റിൻ്റെ ഫോട്ടോ എടുക്കുക. കാരണം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വണ്ടി കൊണ്ടുപോയി നിർത്തി പിന്നെ നമ്മുടെ വണ്ടി ഏതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ നമ്മുടെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. പിന്നെയുള്ള ഒരു കാര്യമാണ്, വണ്ടി ഒരിക്കലും റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബീച്ചിലായിരിക്കും, വേറൊരു വണ്ടി വരുന്ന സമയത്ത് അവരത് തട്ടിയിട്ടു പോകും. അപ്പോൾ എന്താവും, നമ്മൾ തന്നെ നമ്മുടെ ഈ റെൻ്റ് എടുത്ത വെഹിക്കിളിന് അല്ലെങ്കിൽ റെൻ്റ് കാറിന് റെൻ്റ് ബൈക്കിന് നമ്മൾ തന്നെ പൈസ അടയ്ക്കേണ്ടി വരും. അവിടെ നിന്ന് കച്ചറ ഉണ്ടാക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല. ഇനി വേറൊരു കാര്യം, നോ പാർക്കിംഗ് ഏരിയ ചിലപ്പോൾ അവിടെ നമ്മൾ ബോർഡ് കാണില്ല, ചിലപ്പോൾ പോലീസ് വന്നിട്ടായിരിക്കും നമ്മുടെ അടുത്ത് പറയാം ഇത് നോ പാർക്കിംഗ് ഏരിയ ആണെന്നുള്ളത്. അല്ല എങ്കിൽ അവർ പോലീസും അല്ലെങ്കിൽ ട്രാഫിക് കൺട്രോൾ വന്നിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ വണ്ടിയുടെ നമ്മുടെ ടയർ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ബീച്ചുകൾ എക്സ്പ്ലോർ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നമുക്ക് ഗോവയിലെ പോലീസ് സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം ഏത് പോലീസാണ് ഇത് ലോക്ക് ചെയ്ത് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. അതായത് ലൈസൻസ് ആണെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ പക്കൽ വേണം. ഈ കാര്യം ഓർമ്മിച്ചു വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മൾ ലൈസൻസ് ചോദിക്കും, എന്നിട്ട് അവർ ലൈസൻസ് എടുത്ത് പോക്കറ്റിലിടും, ബാക്കി പിന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഹെൽമെറ്റും മാസ്കും കൃത്യമായിട്ട് ധരിക്കുക. ഗോവയിലെ ആളുകളൊന്നും ഹെൽമെറ്റും മാസ്കും ധരിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ധരിക്കേണ്ട എന്ന് ആരും വിചാരിക്കരുത്. നമ്മൾ പോലീസ് ചെക്കിങ് ഉണ്ടാവും, നമ്മൾ ഹെൽമെറ്റ് ധരിച്ചോ മാസ്ക് ധരിച്ചോ എങ്ങനെ ഫൈൻ ഈടാക്കാമെന്ന് നോക്കി നിൽക്കുമായിരിക്കും അവർ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ റെൻ്റ് വെഹിക്കിൾ എടുത്ത് യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. പിന്നെ വണ്ടി എടുക്കുമ്പോൾ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും, പിന്നെ നമ്മുടെ ആധാർ കാർഡും കൊടുക്കേണ്ടി വരും കേട്ടോ. അതും കൂടെ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റെൻ്റ് കാറാണെന്നുണ്ടെങ്കിൽ 3000 മുതൽ 4000 രൂപ വരെ വേണ്ടി വരും. ബൈക്കിനാണെങ്കിൽ എല്ലാവരും അങ്ങനെ വാങ്ങിക്കാറില്ല, പക്ഷേ ചില ആളുകൾ ഒരു ഡെപ്പോസിറ്റ് തുക അവർ വാങ്ങിക്കും. മാക്സിമം നമുക്ക് 2 ദിവസത്തിന് വണ്ടി തരാനായിരിക്കും എല്ലാവർക്കും ഇഷ്ടം. കാരണം പിന്നെ ആ 2 ദിവസത്തിന് ആരുടെയും പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു ദിവസത്തിനൊക്കെ ഈ പ്രത്യേകിച്ച് നല്ല ഹൈ സീസൺ ആണെങ്കിൽ വണ്ടി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ വണ്ടിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ പോകുന്നതും ഈ വണ്ടിയുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ, നമ്മൾ നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തുന്നതും, അതേപോലെ തന്നെ നമ്മൾ അലക്ഷ്യമായി വണ്ടി ഓടിക്കുന്നതും, അതുപോലെ തന്നെ നമ്മൾ ട്രാഫിക് റൂൾസ് പാലിക്കാതെയും വരുമ്പോഴാണ് നമുക്ക് പൈസ നഷ്ടമാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി റൂമിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് പൈസ നഷ്ടമാകുന്നത് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഗോവ പോകുന്ന സമയത്ത് എല്ലാവരും എന്താ ചെയ്യുക, നെറ്റിലടിക്കും ഗോവ റൂംസ് അടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു റൂം അങ്ങോട്ട് എടുക്കും. നമ്മൾ എവിടെയാണോ നമ്മൾ അവസാന ദിവസം ഉണ്ടാവുക, അല്ലെങ്കിൽ നൈറ്റ് ലൈഫ് നമ്മൾ എവിടെയാണോ ആസ്വദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെവിടെ ആയിരിക്കും എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മൾ റൂം എടുക്കുക. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ കലാങ്കോട്ട അല്ലെങ്കിൽ ഭാഗത്താണ് നിങ്ങൾ നൈറ്റ് ലൈഫ് ആഘോഷിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ പഞ്ചിമിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ സൗത്ത് ഗോവ ഏരിയയിൽ കൊണ്ടുപോയി റൂം എടുത്തു കഴിഞ്ഞാൽ രാത്രി അത്രയും തിരിച്ചു പോകേണ്ട കാര്യമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് എവിടെയാണോ നിങ്ങൾ നിങ്ങൾ നൈറ്റ് ഉണ്ടാവുക, എവിടെയായിരിക്കും സ്റ്റേ, എവിടെയായിരിക്കും ലാസ്റ്റ്, ആ ഭാഗത്ത് തന്നെ റൂം എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ റൂം നമ്മൾ സൈറ്റ് വഴിയൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചില സൈറ്റുകൾ ഉണ്ടാവും, ഫ്രോഡുകൾ ഉണ്ടാവും. ആ കാര്യം ശ്രദ്ധിക്കുക. കാരണം പല ബുക്കിങ്ങുകളും നമ്മൾ ഈ ഒരു സീസൺ സമയത്ത് അവർ ക്യാൻസൽ ചെയ്യിപ്പിക്കും. കാരണം അവർക്ക് അതിലും വലിയ തുകയ്ക്ക് ആ റൂമിൽ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജെനുവിൻ ഇതിൽ മാത്രം നിങ്ങൾ റൂം ബുക്ക് ചെയ്യുക. റൂം ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ സേഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജസ്റ്റ് ചെല്ലുന്ന സമയത്ത് നമുക്ക് ബാഗ് വെക്കാനും മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് വേഗം കാര്യങ്ങൾ നമുക്ക് ഇതാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫ്രഷപ്പ് ആണെങ്കിലും ആ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇല്ല എങ്കിൽ
നമ്മൾ റൂം തപ്പി കുറച്ച് നടക്കേണ്ടി വരും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല. ഒരു പക്ഷേ നമുക്ക് അവിടെ ചെന്ന് റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൈസ കുറഞ്ഞ് കിട്ടും. പക്ഷേ ഇവിടുന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിലും നല്ല ജെനുവിൻ ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നെറ്റിൽ കാണുന്ന, ഇപ്പോൾ ഫേസ്ബുക്കിൽ കാണുന്ന എല്ലാ നമ്പറിലും വിളിച്ചിട്ട് നിങ്ങൾ റൂം ബുക്ക് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം പലരും റൂം ബുക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്, ചേട്ടാ എനിക്ക് അങ്ങനെ ബുക്ക് ചെയ്തു, എൻ്റെ ക്യാഷ് പോയി, ഇനി അവിടെ റൂം ഉണ്ടോ എന്ന് ചോദിച്ചൊക്കെ പലരും വന്നിട്ടുണ്ട്, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മെയിൻ സൈറ്റുകളിൽ നിന്ന് തന്നെ കയറിയിട്ട് അങ്ങനത്തെ ഒരു ഹോട്ടലിനെ കുറിച്ചിട്ട് പിന്നീട് ഞങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോളുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ജെനുവിൻ ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രം നിങ്ങൾ റൂംസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലൂടെ നമുക്ക് പണം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാം. ഇനി നമുക്ക് പൈസ നഷ്ടമാകുന്ന മറ്റൊരു സംഭവമാണ് ഈ വാട്ടർ സ്പോർട്സ് അല്ലേ. അതായത് വാട്ടർ സ്പോർട്സ് എവിടെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കൺഫ്യൂഷനും കൂടി നമുക്ക് ഇതിൽ തീർക്കാം. വാട്ടർ സ്പോർട്സ് മെയിനായിട്ടുള്ള എല്ലാ സ്പോർട്സുകളും ഒരുമിച്ചിട്ടുള്ളത് മിക്കവാറും കലാങ്കോട്ട് ഭാഗത്തായിരിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ ഈ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ അവിടെ മിക്കവാറും ഏജൻറ്റുകൾ വന്നിട്ട് നമ്മളെ അടുത്ത് വരും, സാർ അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാഡം നിങ്ങൾ ഈ വാട്ടർ സ്പോർട്സ് ചെയ്യുന്നില്ല എന്ന് വരും. അപ്പോൾ നമ്മൾ അവരോട് ചിലപ്പോൾ ഒരു പക്ഷേ വില പേശും, അവർ പൈസ കുറക്കും, നമ്മൾ അവരുടെ കയ്യിൽ കൊടുക്കും. പക്ഷേ ഈ ഒരു വ്യക്തിയും ഈ വാട്ടർ സ്പോർട്സ് നടത്തുന്ന വ്യക്തികളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. നമുക്ക് അവരുടെ പിന്നെ തിരഞ്ഞ് ഒരു മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വാട്ടർ സ്പോർട്സ് നടത്തുന്ന സമയത്ത് ഇത് ഈ ഒരു വാട്ടർ സ്പോർട്സ് നടത്തുന്ന ആൾ തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരുടെ കയ്യിൽ മാത്രം പൈസ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ബൾക്കായിട്ട് അതായത് ഇത് പാക്കേജായിട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഓരോന്നും എടുക്കുമ്പോൾ 500 രൂപയല്ലാതെ നമ്മളൊരു പാക്കേജായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു 1900 രൂപയ്ക്ക് നമുക്ക് എല്ലാതും ചെയ്യാൻ പറ്റും. അപ്പോൾ വാട്ടർ സ്പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ നമുക്കവിടെ ചെയ്യാനുണ്ട്. പാരാസൈലിങ്, സ്കൂബ ഡൈവിങ്, വാട്ടർ സർഫിങ്, ബനാന റൈഡിങ്, ജെറ്റ് സ്കൈയിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കവിടെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഓരോ പാക്കേജായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സ്കൂബ ഡൈവിംഗ് എന്ന് പറയുമ്പോൾ സ്കൂബ ഡൈവിംഗ് നമ്മൾ നേരെ സിലിണ്ടറെല്ലാമായിട്ട് നേരെ കടലിലേക്ക് ചാടുന്ന അങ്ങനെയൊന്നും അല്ല. നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ ചില പാക്കേജുകൾ ഗ്രാൻഡ് ഐലൻഡിലായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. അതിനൊരു 4000 രൂപയായിരിക്കും. അതിലെന്തായിരിക്കും ഒരു 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ആയിരിക്കും അതിലുണ്ടാവുക. അതിന് നമുക്ക് ട്രെയിനിങ് ഒരു 15 മിനിറ്റ് ഉണ്ടാവും. പിന്നെ ആയിരിക്കും അവർ അണ്ടർ വാട്ടറിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ നിങ്ങൾ ഇന്ന് നമുക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാമെന്ന് വെച്ചാൽ നേരെ അങ്ങ് പോയിട്ട് അങ്ങ് എടുത്ത് ചാടുന്ന ആ ഒരു സംഭവമൊന്നുമല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു വാട്ടർ സ്പോർട്സിന് വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസം വേണ്ടി വരും. അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ബാഗേന്നോ കലാങ്കോട്ടെന്നോ ചെയ്താൽ മതി. പക്ഷേ ഓവർ ക്രൗഡാണ് എങ്കിൽ മറ്റു ബീച്ചുകളിൽ പോയിട്ട് ചെയ്യായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കൊരു റൗണ്ട് ഉള്ളൂ, ഇപ്പോൾ ഒരു 100 മീറ്റർ അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നമ്മളെ കറക്കി കൊണ്ടുവരാം എന്നുള്ളത് കൂടുതൽ ആളുകളുണ്ട് എങ്കിൽ അവർ കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് തന്നെ ക്രൗഡ് കൂടിയ സമയത്താണെങ്കിൽ വാഗത്തോറിൽ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ പൈസ നഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെനുവിൻ അല്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് വാട്ടർ സ്പോർട്സിന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നതാണ് നമുക്ക് പൈസ നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നി. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പോയ സമയത്ത് അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ടായിരുന്നു. ഒരു ഹിന്ദിക്കാരനായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ പൈസ കൊടുത്തു, ഒരു വ്യക്തിയുടെ കയ്യിൽ പൈസ കൊടുത്തു. ഇവരാണെങ്കിൽ ഈ ഒരു ബനാന റൈഡിന് മുകളിൽ കയറ്റുന്നില്ല. കാരണം എന്താണ്, ഇയാൾ പൈസ കൊടുത്തിരിക്കുന്നത് ഇവരുടെ ആൾക്കല്ല, വേറെ ആർക്കോ ആണ് പൈസ കൊടുത്തില്ല. അത് ഈ ഒരു ഗോവയിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്. നമ്മളൊരു ഷാക്കിൽ കയറുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ ബീച്ചിൽ റെസ്റ്റോറൻറ്റിൽ കയറുകയാണെന്നുണ്ടെങ്കിലും മറ്റുള്ള ആളുകൾ വന്നിട്ട് 600 രൂപയ്ക്ക് കിട്ടേണ്ട സാധനം 1200 രൂപ പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുകയൊക്കെ എന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും നിങ്ങൾ പൈസ കളയരുത് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. ജെനുവിൻ ആളുകളുടെ കയ്യിൽ നിന്ന് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കും. ഇനി ഗോവയിലെ നൈറ്റ് ലൈഫ്, നിങ്ങൾ ഓൾഡ് ഗോവ പഞ്ചിമിലാണെന്നുണ്ടെങ്കിൽ അവിടെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. കാസിനോവകൾ ഉണ്ടാവും, അതിൽ നമുക്ക് പോകാം. അല്ലെങ്കിൽ DJ ക്രൂയിസുകൾ ഉണ്ടാകും, മണ്ടോവി നദിയിലെ DJ ക്രൂയിസുകളും അതെല്ലാം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ലൊരു അനുഭവമായിരിക്കും. നോർത്ത് ഗോവയിലാണെന്നുണ്ടെങ്കിൽ ഷാക്കുകളിൽ തന്നെ ഓപ്പൺ DJ പാർട്ടികൾ ഉണ്ടാവും. നമ്മൾ ഫുഡ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഫ്രീ എൻട്രി ഉണ്ടാവും. പിന്നെ ഉള്ളത് പബ്ബുകളും കാര്യങ്ങളുമാണ് ഉള്ളത്. കലാങ്കോട്ട് ബാഗ ലൈനിൽ ഒരുപാട് പബ്ബുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ താവോ ഉണ്ട്, ട്രോപ്പിക്കൽ ലോഞ്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് പബ്ബുകളുണ്ട്. ഇതിലേക്ക് എൻട്രി ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഇതൊന്നും നിങ്ങൾ ന്യൂ ഇയർ സമയത്താണ് ഈ കണക്കൂട്ടരുത് കേട്ടോ. ഈ ഒരു ക്യാഷുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. ഞാൻ ഇവിടെ പറയുന്നത് 500 ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് 1500 ആയിരിക്കും. ഞാനൊരു നോർമൽ റേറ്റ് ആണ് പറയുന്നത്.
അപ്പോൾ പബ്ബുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ബുകളിൽ എൻട്രി മാത്രമായിരിക്കും 500 രൂപ. 800 രൂപയാണെന്നുണ്ടെങ്കിൽ എൻട്രി വിത്ത് എന്താ പറയുക ഡ്രിങ്ക്സും കാര്യങ്ങളും ഉണ്ടാവും. ഒരു 1500 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എൻട്രി പ്ലസ് നമുക്ക് ഡ്രിങ്ക്സ് അതുപോലെ തന്നെ ബൊഫെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംഭവം കൂടി ഉണ്ടാവും. ഇതാണ്. പക്ഷേ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പബ്ബുകളിൽ മാത്രം കയറാൻ ശ്രമിക്കുക. ലോക്കലിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ 680 രൂപയ്ക്ക് അല്ലെങ്കിൽ 700 രൂപയ്ക്കുള്ള ലോക്കൽ പബ്ബുകൾ ഉണ്ടാവും. ഇവിടെ കയറി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എൻട്രി ഉണ്ടാവും, നമുക്ക് ഡ്രിങ്ക്സും ഉണ്ടാവും. അവരുടെ തന്നെ ഗേൾസ് പറയുന്ന കാര്യം കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഉള്ളിൽ അവരുടെ തന്നെ ഗേൾസ് ഉണ്ടാവും. ഈ ഗേൾസ് നമ്മുടെ മറ്റേ കയ്യിൽ പിടിക്കും, എന്നിട്ട് അവർ നമ്മളെ കൊണ്ടുപോകും, എന്നിട്ട് തക്കിയിലടുപ്പിക്കും, നമ്മുടെ കയ്യിൽ പൈസ പോവും. നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ഗേൾസ് വന്ന് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് അത് വിടിക്കുക, നമ്മളെ കാര്യം നോക്കി പോവുക. ഈ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മൈൻഡിൽ വെക്കുക. ഇനി DJ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊരു മലയാളികളുടെ സ്വഭാവമുണ്ട് മറ്റുള്ളവരിലേക്ക് നോക്കുക എന്നുള്ളത്. അത് ചെയ്യാതിരിക്കുക, അവിടെ വേണ്ടാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാനവും പോവും, കയ്യിൽ ക്യാഷും പോവും. ഈ കാര്യം മൈൻഡിൽ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു ഡെഫിനിഷൻ ഉണ്ട്. അതായത് G for ഗേൾസ്, O for ഓഷ്യൻ, A for അഡ്വഞ്ചർ. ഈ ഓഷ്യനും അഡ്വഞ്ചറും നമുക്ക് വലിയൊരു മാനഹാനിയോ അല്ലെങ്കിൽ പൈസ നഷ്ടമോ വരില്ല. ഇനി G for ഗേൾസ് എന്ന് പറയുന്നത് വലിയൊരു മാനഹാനി നമുക്ക് ഉണ്ടാക്കി തരുന്നൊരു സംഭവമാണ് ഈ ഗോവയിൽ. പ്രത്യേകിച്ച് ടിറ്റോസ് ലൈനിലും അതേപോലെ ബാഗ കലങ്കോട്ട് ഭാഗത്തും നമ്മൾ നടക്കുന്ന സമയത്ത് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വന്നിട്ട് പല ആളുകളും വന്ന് പിടിക്കും. നിങ്ങളോട് പറയും നിങ്ങൾക്ക് മസാജിങ് ചെയ്തു തരാം, അതിനപ്പുറത്തേക്കുണ്ട്, ഗേൾസ് ഉണ്ട്, അതുണ്ട്, മറ്റതുണ്ട്, മറിച്ചുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ സുഖ സംഭവങ്ങളും ഉണ്ട് നിങ്ങളോട് പറയും. ദയവ് ചെയ്ത് നിങ്ങൾ അവരുടെ കൂടെ പോവുകയോ അവരോട് സംസാരിക്കുകയോ അവരോട് മിങ്കിൾ ചെയ്യുകയോ നിങ്ങൾ ചെയ്യരുത്. നല്ല കമ്പനി ആയിരിക്കും നിങ്ങളോട്, മനസ്സിലായോ? നിങ്ങളത് ആ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അത് എല്ലാ സൈഡിലും ഉണ്ട്. അത് ചിലപ്പോൾ മലയാളി ആയിട്ടായിരിക്കും, ചിലപ്പോൾ ഹിന്ദിക്കാരനായിട്ടായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ അവർ കൊണ്ടുപോകും, ഇപ്പോൾ മസാജിങ് ഉണ്ട് അല്ലെങ്കിൽ ഗേൾസ് ഉണ്ട് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുപോകും, ഒരു പ്രത്യേക റൂമിലായിരിക്കും കൊണ്ടുപോകുക. നിങ്ങളുടെ എല്ലാ സംഭവങ്ങളും ചിലപ്പോൾ ഷെഡ് വരെ ഊരി വാങ്ങിക്കും അവർ, എന്നിട്ടായിരിക്കും നിങ്ങളെ വിടുക. പുറത്ത് കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ വിട്ട് തരണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഇടണമെന്ന് പറയും. അപ്പോൾ എന്തായി, നിങ്ങൾക്ക് കയ്യിലെ പൈസയും പോയി, മാനവും പോയി. അപ്പോൾ ഈ പണിക്ക് നിൽക്കരുതെന്നാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. ഒരുപാട് മലയാളീസിൻ്റെ ഈ സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ പബ്ബിലും DJയിലും കയറുമ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ്, നമ്മുടെ കാര്യം മാത്രം നോക്കുക. നമ്മൾ എന്തിനാ പബ്ബിൽ കയറുന്നത്? അടിച്ചു പൊളിക്കാൻ. ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞ് വല്ലാണ്ട് നോട്ടം കൊടുക്കാതിരിക്കുക. അത് പബ്ബിലാണെങ്കിലും എന്താണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗേൾസും മറ്റു കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും ഈ ലോക്കൽ പബ്സിൽ. അതിലൊന്നും പോയി നിങ്ങൾ പെടാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.